ഹായ്, ഏറെ രസകരമായ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം ഇൻസ്റ്റന്റ് ഡെത്ത്. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ജോൺ എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജോൺ ഒരു മുൻകാല സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ ആയിരുന്നു. നിലവിൽ മാനസികമായി അദ്ദേഹം പഴയ ട്രോമകൾ കൊണ്ടും മറ്റും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അന്ന് തന്റെ വിഷമങ്ങൾ തന്റെ സൈക്യാട്രിസ്റ്റിനോടും മറ്റും അദ്ദേഹം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജോണിനടുക്കൽ സൈക്യാട്രിസ്റ്റ് ഒരു നിർദ്ദേശം വെച്ചു. ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ മകളുടെ അടുത്തേക്കും പേരക്കുട്ടിയുടെ അടുത്തേക്കും പോകണം. അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഇപ്പോൾ വളരെയധികം അത്യാവശ്യമാണ്. സൈക്യാട്രിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ഒടുവിൽ UK സ്വന്തം നാട്ടിലേക്ക് പോകാൻ ജോൺ തീരുമാനിച്ചു. ജോൺ തന്റെ മകളെ കണ്ടിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു. കഥ അവിടെ നിന്നും ജോണിന്റെ മകളിലേക്ക് തിരിയുന്നു. ജെയിൻ എന്നായിരുന്നു അവളുടെ പേര്. ഒരു സ്ഥാപനത്തിൽ ക്ലീനിംഗ് വർക്കറായി ജെയിൻ ജോലി നോക്കുകയാണ്. ആളൊരു വിധവയാണ്. ഒരു മകളുമുണ്ട്. അവളെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായും മറ്റും കുറച്ച് കഷ്ടപ്പാടുകൾ ജെയിനിനുണ്ടായിരുന്നു. ജീവിതത്തിലെ സ്ട്രഗിളുകളിലൂടെ ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും എന്നെങ്കിലും ജീവിതം മെച്ചപ്പെടും എന്നൊരു പ്രതീക്ഷ എപ്പോഴും ജെയിൻ കാത്തുസൂക്ഷിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് റേസർ എന്നുപേരുള്ള അവിടുത്തെ ഒരു ഗ്യാങ് ലീഡറെ നമ്മൾ പരിചയപ്പെടുന്നു. മയക്കുമരുന്ന് മാഫിയയാണ്. അയാളാകട്ടെ തന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ മയക്കുമരുന്ന് കച്ചവടക്കാരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തത്തിൽ അങ്ങനെ താളം തെറ്റി നിന്ന് UK നഗരത്തിലേക്കാണ് ജോൺ വന്നിറങ്ങുന്നത്. UKയിലെത്തിയ ജോൺ നേരെ പോയത് തന്റെ ഭാര്യയുടെ കുഴിമാടത്തിലേക്കായിരുന്നു. അവിടെ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു. തന്റെ ഭാര്യയ്ക്ക് അദ്ദേഹം ഒരു വാക്കുകൊടുത്തു. തന്റെ മകളെയും പേരക്കുട്ടിയെയും ഇനി ഒരിക്കലും തനിച്ചാക്കില്ല. എപ്പോഴും അവരുടെ കൂട്ടത്തിൽ അവരെ പ്രൊട്ടക്ട് ചെയ്ത് താനുണ്ടാകും. പിന്നാലെ തന്റെ പഴയ സുഹൃത്തായ ആർമിയിലുള്ള നീലിനെ ജോൺ കോണ്ടാക്ട് ചെയ്തു. നീലുമായി സംസാരിച്ച് ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തു. ഇതേസമയം മറുവശത്ത് റേസറും സംഘവും തങ്ങളുടെ ശത്രുവായ മയക്കുമരുന്ന് കച്ചവടക്കാരനെ തിരഞ്ഞ് കൊല്ലാനുള്ള തത്രപ്പാടിലും മറ്റുമായിരുന്നു. ആ ഒരു ശ്രമത്തിനിടയിൽ ഒരു മാഫിയ പോരാട്ടത്തിനുള്ളിലേക്കാണ് ജോൺ വന്നെത്തുന്നത്. റേസറും സംഘവും ശത്രുവിനെ കൊലപ്പെടുത്തുന്നത് ജോൺ നേരിട്ട് കണ്ടു. അതോടെ ദൃക്സാക്ഷിയായ ജോണിനെ കൊല്ലാൻ റേസർ ഉത്തരവിട്ടു. പക്ഷേ ജോൺ വളരെയധികം സ്കിൽഡായ പഴയൊരു പട്ടാളക്കാരനാണ്, സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറാണ് എന്നൊന്നും അവർക്കറിയില്ലല്ലോ. റേസറിന്റെ ആളുകൾ ഗ്യാങ്സ്റ്റേഴ്സ് ജോണിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിദഗ്ധമായി ജോൺ അവരെ എതിരിട്ടു. റേസറിന്റെ കുറെ ആളുകളെ ജോൺ തന്നെ കൊലപ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. റേസർ അതിലൊരുപാട് കുപിതനാവുന്നുണ്ടായിരുന്നു. ജോണിനെതിരെ പ്രതികാരം ചെയ്യും എന്നവിടെ വെച്ച് റേസർ ശപഥം ചെയ്തു. ജോൺ അവിടെ നിന്നും തന്റെ മകൾ ജെയിനിന്റെ അടുത്തേക്ക് എത്തി. അച്ഛനെ കണ്ടതും ജെയിൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നാളുകൾക്ക് ശേഷമുള്ള ഒരു കണ്ടുമുട്ടലായിരുന്നു അത്. ഇനി ഒരിക്കലും തന്നെ ഒറ്റയ്ക്കാക്കി പോവരുത് എന്നും അച്ഛനോട് പ്രത്യേകം അവൾ എടുത്തു പറഞ്ഞു. അടുത്ത ദിവസം ജോൺ തന്റെ പേരക്കുട്ടിയുമായി സ്കൂളിലേക്ക് പോയി. ഇതിനിടയിൽ ഗ്രോസറി വാങ്ങാനുമൊക്കെ പോയിരുന്നു. ഈ സമയം ആ ചുറ്റുപാടിലുള്ള കുറെ പയ്യന്മാർ ജോണിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ജോൺ ഇതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. അവരാകട്ടെ റേസറിന്റെ ആളുകളായിരുന്നു. ജോണിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയതനുസരിച്ച് അവർ റേസറിനെ റിപ്പോർട്ട് ചെയ്തു. ജോണിന്റെ ഫ്ളാറ്റിന്റെ ഭാഗത്തേക്ക് റേസർ വന്നു ചേർന്നു. തനിക്ക് വേണ്ടി നിരീക്ഷണം നടത്തിയ പയ്യന്മാർക്ക് മയക്കുമരുന്നായിരുന്നു പ്രതിഫലമായി അയാൾ കൊടുത്തത്. അന്ന് വൈകുന്നേരം ജോൺ ഫാമിലിയുമായി സംസാരിച്ചു. താനൊരു ജോലി കണ്ടെത്തിയിട്ടുണ്ട്. ജോലിയുടെ ആവശ്യത്തിനായി കുറച്ചു ദിവസത്തേക്ക് ഇവിടം വിട്ട് പോവേണ്ടി വരും. ജോൺ മകളോടായി പറഞ്ഞു. പോകുന്നതിന് മുമ്പ് തന്റെ പേരക്കുട്ടിക്ക് ജോൺ ഒരു സമ്മാനം കൊടുത്തു. മുത്തശ്ശിയുടെ ഓർമ്മ കൂടിയായി ചെറിയൊരു വാച്ചായിരുന്നു അത്. അതിൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ജെയിനിന്റെയും പഴയകാല ചിത്രങ്ങളിലൊന്ന് ഒട്ടിച്ചു ചേർത്തിട്ടുണ്ട്. ജെയിനിന് അച്ഛന്റെ സുരക്ഷയെ പറ്റിയോർത്ത് വല്ലാത്തൊരു ആദിയുണ്ടായിരുന്നു. അച്ഛനോട് എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കണമെന്നും വീട്ടിലേക്ക് മടങ്ങി വരണം എന്നും ജെയിൻ എടുത്തു പറഞ്ഞു. അന്ന് ജോൺ പോയ ശേഷമാണ് അത് സംഭവിച്ചത്. റേസറും ഗ്യാങ്സ്റ്റർ സംഘവും ജെയിനിന്റെ വീട്ടിലേക്ക് എത്തി. ജെയിനിന്റെ വീട്ടിലേക്ക് ബലം പ്രയോഗിച്ചവർ കടന്നു കയറി ജെയിനിനെ ക്രൂരമായി ഉപദ്രവിച്ചു. ജെയിനിന്റെ മകളെയാകട്ടെ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ റേസർ പീഡിപ്പിച്ചു. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ വീഡിയോ ആയി പകർത്തി. ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് റേസർ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ കണ്ടത്. സ്പെഷ്യൽ ഫോഴ്സസ് യൂണിഫോമിലുള്ള ജോണിന്റെ ഫോട്ടോ ആയിരുന്നു അത്. അപ്പോഴാണ് ജോൺ വെറും ഒരു സാധാരണക്കാരനല്ല എന്ന് റേസർ മനസ്സിലാക്കുന്നതും. ഇതേസമയം മറുവശത്ത് കേണൽ നീലിനെ കാണാൻ വേണ്ടി ജോൺ ചെന്നിരുന്നു. ജോണിന്റെ കുടുംബത്തിന് പറ്റിയ വിവരമറിഞ്ഞ
കാരണ നീൽ ജോണിനെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ എത്തിയ ജോൺ തന്റെ മകൾക്കേറ്റ പരിക്കുകളും പേരക്കുട്ടി കൊല്ലപ്പെട്ടു എന്ന വിവരവും അറിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയിരുന്നു. മോർച്ചറിയിലെത്തി അദ്ദേഹം തന്റെ പേരക്കുട്ടിയുടെ മൃതദേഹം കണ്ടു. പ്രതികാരം ജോണിന്റെ മനസ്സിൽ ആളിക്കത്തിയിരുന്നു. ആരാണിത് ചെയ്തത് എന്ന് ജോൺ കേണലിനോട് തിരക്കി. പിന്നാലെ മകൾക്കടുത്തെത്തി അവളോടും ചോദിച്ചു. വീട്ടിലേക്ക് കടന്നു കയറിയ ഗ്യാങ്സ്റ്റർ സംഘമാണ് അത് പ്രവർത്തിച്ചത് എന്നായിരുന്നു മകളുടെ മറുപടി. അതാരാണെന്ന് കേണലിൽ നിന്നുകൂടിയായി ജോൺ മനസ്സിലാക്കി. ഒട്ടും വൈകിയില്ല. തന്റെ ആയുധവും എടുത്ത് പ്രതികാരം നടപ്പിലാക്കാൻ വേണ്ടി ജോൺ ഇറങ്ങി പുറപ്പെട്ടു. ഇതേ സമയം തനിക്കെതിരെ വന്നേക്കാവുന്ന അറ്റാക്കിനെ പറ്റി റേസറിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് അതുകൊണ്ട് അവിടെ നിന്നും മാറി നിൽക്കാൻ റേസർ തീരുമാനിച്ചു. ടവർ ഏരിയ തന്റെ പ്രധാന കയ്യാളിനെ ഏൽപ്പിച്ച് റേസർ അവിടെ നിന്ന് മുങ്ങി. ഇതേസമയം മറുവശത്ത് ക്രൈം നടന്ന ജെയിനിന്റെ ഫ്ളാറ്റിലേക്ക് അന്വേഷണ ഭാഗമായി ജോൺ എത്തിച്ചേർന്നിരുന്നു. അവിടെ പോലീസ് അപ്പോഴും അന്വേഷണം തുടരുന്നുണ്ട്. ഒരു പോലീസുകാരനെ പിടികൂടി ഭീഷണിപ്പെടുത്തി എന്താണ് നടന്നത് എന്നതിന്റെ വിശദവിവരം എടുക്കാൻ വേണ്ടി ജോൺ ശ്രമിച്ചു. പക്ഷേ പോലീസുകാരുടെ അന്വേഷണത്തിൽ ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നാലെ ജോൺ തന്റെ രീതിയിൽ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം എത്തിച്ചേർന്നത് റേസറിന്റെ ആളുകളിലേക്കാണ്. ജോൺ അവരിൽ ഒരാളെ പിടിച്ച് അറ്റാക്ക് ചെയ്തു. ടവർ ഏരിയ നോക്കാൻ ഏർപ്പാടാക്കിയിരുന്ന റേസറിന്റെ വലങ്കയ്യായിരുന്നു അവൻ. ജീവൻ നഷ്ടമാകും എന്ന് ഭയന്ന അവൻ ഒടുവിൽ റേസറിന്റെ പ്ലാനുകളും നടന്ന കാര്യങ്ങളും ഒക്കെ അയാളോട് വ്യക്തമായി പറഞ്ഞു. നൈറ്റ് ക്ലബിലായിരിക്കും റേസർ ഒളിച്ചിരിക്കുന്നുണ്ടാവുക എന്ന വിവരം ജോണിന് കിട്ടി. ജോൺ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. അവിടെ ഉണ്ടായിരുന്നത് കാൽഡർ എന്ന വ്യക്തിയായിരുന്നു. പ്രധാനപ്പെട്ട ഒരു മയക്കുമരുന്ന് ഡീലറാണ്. ജോണിനെ ഇല്ലായ്മ ചെയ്യാൻ കാൽഡർ ഉത്തരവിട്ടിരുന്നെങ്കിലും ജോൺ കാൽഡറിന് അടുത്തെത്തിച്ചേർന്ന് കാൽഡറിനെ ആക്രമിച്ചു. കാൽഡർ ജോണിനോട് ക്ഷമാപണം നടത്തി ദയ യാചിച്ചു. തന്നെ വെറുതെ വിടാൻ പറഞ്ഞു. താൻ കാരണമല്ല റേസർ അതൊന്നും പ്രവർത്തിച്ചത് എന്നും കൂട്ടിച്ചേർത്തു. പക്ഷേ ജോൺ അതൊന്നും ചെവികൊണ്ടില്ല. കാൽഡറിന്റെ ജീവനങ്ങെടുത്തു. വൈകാതെ ക്ലബിൽ നടന്ന കൂട്ടക്കൊലയുടെ വിവരമറിഞ്ഞ് പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ജോണാണ് അതിന് പിന്നിലെന്ന വിവരം പോലീസിന് കിട്ടിയിരുന്നു. പോലീസ് ജോണിനെ പറ്റി കൂടുതൽ വിവരമറിയാൻ വേണ്ടി കേണലിനെ വിളിച്ചു. പക്ഷേ കേണൽ പറഞ്ഞു ജോൺ അപകടകാരിയായ ഒരു കില്ലിംഗ് മെഷീനാണ്. പോലീസിന് ഒറ്റയ്ക്ക് അവനെ തടയാൻ സാധിച്ചേക്കില്ല. ഇതേസമയം മറുവശത്ത് കാൽഡറിന്റെ ഫോൺ കൈവശപ്പെടുത്തിയിരുന്ന ജോൺ റേസറിനെ വിളിച്ച് സംസാരിച്ചു. റേസറിന് മേൽ ഭീഷണി മുഴക്കി. പക്ഷേ റേസർ ജോണിന്റെ വാക്കുകളെ കാര്യമായിട്ടെടുത്തില്ല. എന്നിരുന്നാലും ജോൺ തനിക്ക് അപകടമാകും എന്ന് റേസറിന് ഉറപ്പുണ്ടായിരുന്നു. തന്റെ സുരക്ഷയ്ക്കായി റേസർ അവിടെ നിന്ന് നേരെ പോയത് അസാസിനും ഒരു ഗ്യാങ് ലീഡറുമായ കൂപ്പറെ കാണുവാനാണ്. കൂപ്പറുമായി മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ഡീലിംഗിൽ ഒരു ടൈപ്പിലെത്താൻ റേസർ ശ്രമിച്ചു. പുതിയ ബിസിനസ് വെഞ്ചറിൽ കൂപ്പറിനും പാർട്ട്ണർഷിപ്പ് ഓഫർ ചെയ്തു. പകരം തനിക്കെതിരെ വരുന്ന ശത്രുക്കളെ അപായപ്പെടുത്താൻ കൂപ്പർ റേസറിനെ സഹായിക്കണം. പക്ഷേ അതൊന്നും അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. റേസറിന്റെ ജീവൻ അപകടത്തിലാണ്. വലിയൊരു അപകടം അവന്റെ പിന്നാലെയുണ്ട് എന്ന കാര്യം കൂപ്പറിനറിയാമായിരുന്നു. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ഡീലൊന്നും നടക്കില്ല എന്ന തരത്തിലാണ് കൂപ്പർ സംസാരിച്ചത്. ഇതേസമയം റേസർ ചിലതൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. തന്റെ കയ്യിലുള്ള സെൽഫോൺ വെച്ച് തന്നെ ട്രാക്ക് ചെയ്ത് ജോൺ അങ്ങോട്ടേക്ക് എത്തിച്ചേരാം. റേസർ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. തന്റെ സെൽഫോൺ കൂപ്പറിന്റെ അടുത്ത് റേസർ ഉപേക്ഷിച്ചു. അങ്ങനാണെങ്കിൽ ജോൺ തന്നെ അന്വേഷിച്ച് ഇവിടെ എത്തും. കൂപ്പറുമായി ഏറ്റുമുട്ടൽ നടക്കും. കൂപ്പർ ജോണിനെ വകവരുത്തുകയും ചെയ്തേക്കാം. പിന്നാലെ അവിടെ നിന്നും റേസർ ഇറങ്ങിപ്പോന്നു. നിരീക്ഷണത്തിന് തന്റെ ഒരാളെ അവിടെ നിർത്താനും റേസർ മറന്നില്ല. അധികം വൈകാതെ റേസർ ചിന്തിച്ച പോലെ ഫോൺ ട്രാക്ക് ചെയ്ത് ജോൺ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ഓരോരുത്തരെയായി ആക്രമിച്ച് ഒടുവിൽ കൂപ്പറിന്റെ മുമ്പിലേക്കും ജോൺ എത്തിച്ചേരുകയാണ്. കൂപ്പറിന് ജോണിനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജോണാകട്ടെ കൊല്ലുന്നതിനു മുമ്പ് ശത്രുക്കളോട് സംസാരിക്കുന്ന രീതികളൊന്നുമില്ലാത്ത മനുഷ്യനാണ്. തന്റെ ശത്രുവായി മയക്കുമരുന്ന് ഡീലറായി കൂപ്പറെ കണ്ടിരുന്ന ജോൺ ഒട്ടും മടിച്ചില്ല. തോക്കിൽ നിന്ന് വെടിയുതിർത്ത് അവനെ അങ്ങ് തീർത്തു കളഞ്ഞു. പിന്നാലെ ജോൺ പുറത്തേക്ക് വന്നു. ഇതേസമയം നിരീക്ഷണത്തിനായി റേസർ അവിടെ നിർത്തിയിരുന്ന വ്യക്തിയുണ്ടല്ലോ, അയാൾ അവിടെ എത്തിയിരുന്നു. ജോണിന്റെ കയ്യിൽ അയാൾ അകപ്പെട്ടു. വിവരങ്ങൾ അയാൾ റേസറിന് കൈമാറുന്നതിന് മുമ്പേ ജോൺ അയാളെ പിടികൂടി ആക്രമിച്ച് ഒരിടത്ത് ബന്ദിയാക്കിയിരുത്തി. പിന്നാലെ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് കുറെ കാര്യങ്ങൾ ജോണിന് മനസ്സിലാവുന്നത്. റേസറിന്റെ പ്രധാന ഉദ്ദേശം തന്റെ ബോസ് അടക്കം അവിടെയുള്ള മയക്കുമരുന്ന് ഡീലേഴ്സിനെയൊക്കെ വകവരുത്തി സ്വന്തമായി വലിയൊരു സിൻഡിക്കേറ്റ് തന്നെ രൂപപ്പെടുത്തലായിരുന്നു. അങ്ങോട്ടേക്കാണ് ജോൺ വന്നെത്തിയത്. നിലവിൽ ജോണിനെ ഉപയോഗിച്ച് തന്റെ ശത്രുക്കളിൽ പലരെയും റേസർ വിദഗ്ധമായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ജോൺ കൊല്ലപ്പെട്ട് കാണാനും റേസർ ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ പുതിയ മയക്കുമരുന്ന് ബിസിനസ് സംരംഭത്തിന് ജോൺ ജീവിച്ചിരിക്കുന്നത് അപകടമാകും
ഉണ്ടാകും എന്നാണ് റേസർ ചിന്തിക്കുന്നത്. കുറച്ച് സമയത്തിനു ശേഷം മറ്റൊരിടത്ത് റേസർ തന്റെ ബിസിനസ് സിൻഡിക്കേറ്റിന്റെ പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണ്. പ്രധാന ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ അവിടെ സംസാരിച്ച് പ്ലാനുകൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് റേസറിന്റെ ആളുമായി ജോൺ കടന്നു വന്നു. അധികം വൈകിയില്ല, ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ഷൂട്ടൌട്ടുകൾ നടന്നു. തന്റെ സ്കിൽ ഉപയോഗിച്ച് ഓരോരുത്തരെയും കൊന്ന് ജോൺ മുമ്പോട്ടേക്ക് തന്നെ നീങ്ങി. ഇതേസമയം വിവരങ്ങളൊക്കെ കിട്ടിയിരുന്ന പോലീസും റേസറിനെ അറസ്റ്റ് ചെയ്യാനും ജോണിനെ പിടികൂടാനും വേണ്ടി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷെ റേസറെ കൊന്നുതള്ളാൻ ജോൺ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജോണുമായി റേസർ വിലപേശലൊക്കെ നടത്തിയെങ്കിലും ജോൺ അതിനൊന്നും വഴങ്ങുമായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ജോണും റേസറും ഏറ്റുമുട്ടി. ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിൽ റേസറെ ജോൺ വകവരുത്തി. ജോൺ പേരക്കുട്ടിക്ക് സമ്മാനിച്ചിരുന്ന ആ ചെറിയ വാച്ച് തന്റെ വിജയത്തിന്മേലുള്ള അഹങ്കാരമായി റേസർ എടുത്തിരുന്നു. ജോൺ അത് തിരികെ കൈവശപ്പെടുത്തി. എല്ലാം കഴിഞ്ഞതും പോലീസിന് ജോൺ കീഴടങ്ങി. പോലീസ് ജോണിനെ അറസ്റ്റ് ചെയ്ത് വാനിലേക്ക് കൊണ്ടുപോയി. പോലീസ് വാനിൽ ഇരിക്കുമ്പോ കേണൽ നീൽ ജോണിനടുത്തെത്തി. അവനോട് സംസാരിക്കുന്നതിനിടയിൽ രഹസ്യമായി വിലങ്ങഴിക്കാനുള്ള ചെറിയൊരു ഉപകരണം അവന്റെ കയ്യിലേക്ക് കൊടുത്തു. തന്റെ ശിക്ഷാവിധികൾ ഏറ്റുവാങ്ങാനായിരുന്നു ജോൺ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ കേണൽ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ കണ്ണിൽ നീ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. നീ എപ്പോഴും ഞങ്ങൾക്കൊരു ഹീറോവാണ്. അടുത്ത ദിവസം ആശുപത്രിയിൽ കഴിയുകയായിരുന്ന ജോണിന്റെ മകൾ ജെയിനിന് ജോണിന്റെ ഒരു ഫോൺ കോൾ വന്നു. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ജോൺ എങ്ങോട്ടേക്കോ പോയിരുന്നു. ജോണാണ് വിളിക്കുന്നത്. അവർക്ക് വേണ്ടി താൻ പ്രതികാരം ചെയ്ത കാര്യം ജോൺ മകളോട് പറഞ്ഞു. അവളോട് സുരക്ഷിതമായിട്ടിരിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും ആവശ്യപ്പെട്ടു. പിന്നാലെ ജോൺ ഫോൺ കട്ട് ചെയ്തു. പോലീസിന്റെ കണ്ണിൽ പിടികിട്ട പുള്ളിയായി ജോൺ എവിടെയോ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.